ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അംബേദ്കർ ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ യുവാക്കളോട് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഭോപ്പാലിൽ മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പങ്കെടുക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. ഇന്ന് ഓശാന പെരുന്നാൾ. വിശുദ്ധ വാരാചരണത്തിനും ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം ഒരുങ്ങുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ ബംഗളൂരുവിനെയും രണ്ടാം മത്സരത്തിൽ ഡൽഹി മുംബൈയെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ ത്യാഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. അംബേദ്കർ ജയന്തി ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം നിരവധി പദ്ധതികൾക്കും അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. രാവിലെ ഹിസാറിലെത്തുന്ന പ്രധാനമന്ത്രി ഹിസാർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും ഹിസാർ അയോധ്യ വിമാന സർവീസും ഉദ്ഘാടനം ചെയ്യും. യമുനാനഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി പൊതുയോഗങ്ങളെയും അഭിസംബോധന ചെയ്യും. 8470 കോടി രൂപ ചെലവിൽ 233 ഏക്കറിൽ സ്ഥാപിക്കുന്ന 800 മെഗാവാട്ട് അത്യാധുനിക താപ വൈദ്യുത നിലയം, ഗോബർധൻ പദ്ധതിയുടെ ഭാഗമായ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബൈസാഖി ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്ന ഒരുമയുടെ ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷയും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ സമത്വം, നീതി, സാഹോദര്യം എന്നീ ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് യുവാക്കളോട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ജയ് ഭീം യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുന്നോടിയായി പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് യുവാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. देश के युवा डॉक्टर बाबा साहब से प्रेरणा ले, डॉक्टर बाबा साहब के जीवन कवन से प्रेरित होके विकसित भारत की संकल्पना में अपना सहयोग दे. देश के हर नागरिक नेशन के प्रति अपना कर्तव्य का निर्वहन करे. രാജ്യത്തെ യുവാക്കൾ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയും അത് പാലിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ആദർശങ്ങളിലേക്ക് സ്വയം പുനഃസമർപ്പിക്കേണ്ട സമയമാണിതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഭരണഘടനാ ശില്പി ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച ജയ് ഭീം അംബേദ്കർ ജയന്തി പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അംബേദ്കറുടെ ആദർശങ്ങളോട് യുവാക്കൾ പ്രതിജ്ഞാബദ്ധരാകണമെന്നും സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിഭാഗങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഗവർണർ പറഞ്ഞു. ഭോപ്പാലിൽ മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്തെ ക്ഷീരമേഖലയ്ക്ക് ഉണർവേകുന്ന വിവിധ പദ്ധതികൾ ചടങ്ങിൽ തുടക്കം കുറിക്കും. പ്രത്യേക പങ്കാളിത്ത കരാറിലും സംസ്ഥാന സർക്കാർ ഭാഗമാകും. ക്ഷീര കർഷകരുടെ വരുമാനം, പാൽ ഉൽപാദനം എന്നിവ വർദ്ധിപ്പിക്കൽ, ക്ഷീരസമിതികളുടെ എണ്ണം 9000 ഉയർത്തൽ, പ്രതിദിന പാൽ സംഭരണം ഇരട്ടിയാക്കൽ എന്നിവയ്ക്ക് കരാർ വഴി തുറക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അഭിപ്രായപ്പെട്ടു. തുടർന്ന് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികൾ കേന്ദ്രമന്ത്രി അമിത് ഷാ അവലോകനം ചെയ്യും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മുർഷിദാബാദ് ജില്ലയിൽ വ്യാപകമായ അക്രമം, നാശനഷ്ടങ്ങൾ, തീവയ്പ് എന്നിവ ഉണ്ടായതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജി പരിഗണിച്ച ശേഷമാണ് ഉത്തരവ്. മറ്റു ജില്ലകളിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും സാധാരണ നില പുനഃസ്ഥാപിക്കാനും കേന്ദ്രസേനയെ ഉടൻ വിന്യസിക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന ഭരണകൂടവുമായി ഏകോപിപ്പിച്ച് കേന്ദ്രസേന പ്രവർത്തിക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. മുർഷിദാബാദിൽ നടന്ന ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും അക്രമവുമായി ബന്ധപ്പെട്ട് 138-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സാഗർ ദൌത്യത്തിന്റെ ഭാഗമായി ഈ മാസം 5-ന് ഗോവയിലെ കാർവാറിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ INS സുനൈന ടാൻസാനിയയിലെ ഡാർ ഇസ് സലാം തുറമുഖത്തെത്തി.
കോമറോസ്, കെനിയ, മഡഗാസ്കർ, മാൽദീവ്സ്, മൌറീഷ്യസ്, മൊസാംബിക്, സീഷെൽസ്, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 9 സൌഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 44 നാവിക ഉദ്യോഗസ്ഥരുമായാണ് കപ്പൽ യാത്ര പുറപ്പെട്ടത്. തുറമുഖത്ത് ഇന്ന് നടക്കുന്ന സുപ്രധാന നാവിക അഭ്യാസത്തിൽ INS സുനൈനയ്ക്കൊപ്പം INS ചെന്നൈ, INS കേസരി എന്നീ കപ്പലുകളും പങ്കെടുക്കും. നാവികാഭ്യാസം കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 3:30 രാജസ്ഥാൻ ബംഗളൂരുവിനെയും രാത്രി 7:30 ഡൽഹി മുംബൈയെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിച്ചു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. 1000-ഓളം കുട്ടികൾ പങ്കെടുത്ത വാക്കത്തോൺ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഫ്ളാഗ് ഓഫ് ചെയ്തു. ഛത്രപതി ശിവജിയുടെ ചരിത്രപ്രധാനമായ റായ്ഗഡ് കോട്ട രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. റായ്ഗഡ് കോട്ട വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും പ്രതിജ്ഞാബദ്ധമാണെന്നും മഹാരാഷ്ട്രയിൽ ശിവാജിയുടെ 345ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. यहाँ जो भी आता है वो नई ऊर्जा, नई चेतना, नई प्रेरणा लेकर जाता है. मैं देश भर के युवाओं को कहना चाहता हूँ, मुझे कालिदास से भी अच्छा कवि ईश्वर बना दे, सरस्वती की कृपा कर दे, तो भी मैं शिवराय के सिंहासन के सामने खड़ा हुआ था. उस वक्त के मेरे मनोभाव का वर्णन मैं कर नहीं सकता. और हर युवा को यही प्रेरणा स्थल पर आकर प्रेरणा प्राप्त करनी चाहिए. സ്വരാജിന് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിക്കരുത് എന്ന ശിവജിയുടെ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുടരുന്നുണ്ടെന്നും ശ്രീ അമിത്ഷാ കൂട്ടിച്ചേർത്തു. യേശുക്രിസ്തു ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ രാവിലെ ഭക്തിനിർഭരമായ ചടങ്ങുകൾ നടന്നു. യേശുദേവന്റെ സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്ത്യ അത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയിർപ്പ് തിരുനാളിന്റെയും വിശുദ്ധ വാരാചരണത്തിനും ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം ഒരുങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിഷു ആശംസകൾ നേർന്നു. സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഒരുമയുടെയും ഭാവം കൊണ്ടുവരട്ടെ വിഷു ആഘോഷമെന്ന് ഗവർണർ വിഷു ആശംസയിൽ പറഞ്ഞു. സമ്പന്നമായ നമ്മുടെ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കേണ്ടതിന്റെ അനിവാര്യത വിഷു ആഘോഷം ഓർമ്മിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷു ആശംസയിൽ വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രനട നാളെ പുലർച്ചെ 4 മണിക്ക് തുറക്കും. 4 മണി മുതൽ 7 മണി വരെ ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിന് അവസരമുണ്ട്. കണി ദർശനത്തിന് ശേഷം മാത്രമേ അഭിഷേകം ഉണ്ടാവുകയുള്ളൂ. സുഡാനിൽ നോർത്ത് ദാർഫഡിന്റെ തലസ്ഥാനമായ എൽ ഫാഷറിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് 2 ഡിസ്പ്ലേസ്മെന്റ് ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 114-ലധികം ജനങ്ങൾ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെക്കുറിച്ച് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. 2024 മെയ് 10 മുതൽ എൽ ഫാഷറിൽ സുഡാനീസ് സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ കടുത്ത പോരാട്ടം തുടരുകയാണ്. ഈ യുദ്ധത്തിൽ 29,600-ലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലുണ്ടായ 3 വ്യത്യസ്ത വിമാന അപകടങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ ന്യൂയോർക്കിലെ കൊളംബിയ കൌണ്ടി വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 30 മൈൽ അകലെ വയലിലേക്ക് 2 പേർ സഞ്ചരിച്ചിരുന്ന ഇരട്ട എഞ്ചിൻ മിത്സുബിഷി MU-2B തകർന്നു വീണു. ഇതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച സൌത്ത് ഫ്ലോറിഡയിൽ ബോക്കറാറ്റണിന് സമീപം ഒരു സെസ്ന 310 വിമാനം തകർന്ന് 3 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച ന്യൂയോർക്ക് നഗരത്തിലെ ഹഡ്സൺ നദിയിൽ ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും ഒരു സ്പാനിഷ് ടൂറിസ്റ്റ് കുടുംബത്തിലെ 5 അംഗങ്ങൾ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും വിനാശകരമായ അപകടം. തുടർച്ചയായ അപകടങ്ങൾ വ്യോമയാന മേഖലകളിലും പൊതുജനങ്ങൾക്കിടയിലും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അംബേദ്കർ ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ യുവാക്കളോട് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഭോപ്പാലിൽ മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. ഇന്ന് ഓശാന പെരുന്നാൾ. വിശുദ്ധ വാരാചരണത്തിനും ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം ഒരുങ്ങുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ ബംഗളൂരുവിനെയും 2ാം മത്സരത്തിൽ ഡൽഹി മുംബൈയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.